വെൽക്കം ടു എഡ്യൂവാലറ്റ്. +1 ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി കുറേ ഈസി ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. വരാൻ സാധ്യതയുള്ള ഹൈ ചാൻസ് ഉള്ള കുറേ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഇനി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസും ഷുവർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ടോപ്പിക്കാന്ന് പറഞ്ഞിട്ട്. അതൊന്നും പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇനിയുള്ള സമയമെങ്കിലും കൃത്യമായിട്ട് പഠിക്കുക. രാവിലെ വരെ ഈ എക്സാം ഹാളിൽ കയറുന്നത് വരെയും നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നതെല്ലാം നിങ്ങൾ പഠിക്കുക. അപ്പോൾ താഴെ ഒരു വാട്സപ്പ് ചാനൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എഡ്യൂവാലറ്റിൻ്റെ. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ക്ലാസ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ജോയിൻ ചെയ്യാം, താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ഉള്ള വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റാവും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Draw the variation of kinetic energy and potential energy of freely falling body. ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇതാണ്. താഴെ ഹൈറ്റും എനർജി, ഇങ്ങോട്ട് പൊട്ടൻഷ്യലി, ഇങ്ങോട്ട് കൈനറ്റിക് കേട്ടോ. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് എ ബോഡി അറ്റ് ദ സെൻറ്റർ ഓഫ് എർത്ത്. എർത്തിൻ്റെ സെൻറ്ററിലെ ഒരു ബോഡിയുടെ വെയിറ്റ് എന്തായിരിക്കും? 0 ആണ്. എപ്പോഴും ഒരു എർത്ത് എടുത്താൽ എർത്തിൻ്റെ സെൻറ്ററിൽ ജിയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ വെയിറ്റും 0 ആവും. അടുത്തത് ഡ്രോ ദ പാറ്റേൺ ഓഫ് വേവ് ഫോംസ് ഓഫ് ഫസ്റ്റ് 2 ഹാർമോണിക് ഇൻ എ ക്ലോസ്ഡ് പൈപ്പ്. ക്ലോസ്ഡ് പൈപ്പിൽ 2 ഹാർമോണിക്സ് വരയ്ക്കാൻ പറഞ്ഞ ഇതാണ്. ഫസ്റ്റ് ഹാർമോണിക് ഇങ്ങനെ, സെക്കൻഡ് ഹാർമോണിക് ഇങ്ങനെ കേട്ടോ. മറക്കണ്ട. അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. റൈറ്റ് വൺ യൂസ് ഈച്ച് ഫോർ ജിയോ സ്റ്റേഷനറി ആൻഡ് പോളാർ സാറ്റലൈറ്റ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റും ഉണ്ട്, പോളാർ സാറ്റലൈറ്റും ഉണ്ട്. രണ്ടിൻ്റെയും ഓരോ യൂസുകൾ ഏതാനാണ്. അപ്പോൾ ആദ്യം ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും, പോളാർ സാറ്റലൈറ്റ് സ്പൈ വർക്ക് അല്ലെങ്കിൽ മാപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ആൻ ഐസോതെർമൽ പ്രോസസ്. PV = കോൺസ്റ്റന്റ് എന്നുള്ളതാണ് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സെക്കൻഡ് പെൻഡുലം? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് സെക്കൻഡ് പെൻഡുലം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് പെൻഡുലം ഹാവ് എ പീരീഡ് ഓഫ് 2 സെക്കൻഡ്, ഒരു പെൻഡുലത്തിൻ്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ 2 സെക്കൻഡ് ആണെങ്കിൽ അതാണ് സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലെങ്ത് ഓഫ് സെക്കൻഡ് പെൻഡുലം ഈസ് 1 മീറ്റർ. ഒരു സെക്കൻഡ് പെൻഡുലം എടുത്താൽ അതിന് നീളം 1 മീറ്റർ ആണ് വരിക. ഓക്കെ, അടുത്തത് നമുക്ക് മാച്ച് ചെയ്യാനാണ്. കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അതിൻ്റെ സിമ്പിൾ തന്നിട്ടുണ്ട്, മാച്ച് ചെയ്യണം. ആദ്യം ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഇതിൽ ആരാ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്? ഇതാണ് ക്യാപിറ്റൽ G. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ അത് V ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അത് F ആണ്. ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ അത് G ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മാച്ച് ചെയ്യാനാണ് ചോദ്യം. ഇപ്പോൾ ക്യാപിറ്റൽ G എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇത് ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി. അടുത്ത ചോദ്യം, വാട്ട് ഈസ് എ ഷേപ്പ് ഓഫ് പാത്ത് ഫോളോഡ് ബൈ എ പ്രൊജക്ടൈൽ? ഒരു പ്രൊജക്ടൈൽ ബോഡിയുടെ അത് പോകുന്ന ഷേപ്പിന് പറയുന്ന പേരെന്താ? പരാബോള കേട്ടോ. ട്രജക്ടറി എന്നൊക്കെ പറയും. ചിലപ്പോൾ പറയാം അങ്ങനെയാണ്, റൈറ്റ് ദ നെയിം ഓഫ് ട്രജക്ടറി ഓഫ് പ്രൊജക്ടൈൽ. അപ്പോൾ ട്രജക്ടറി അല്ലെങ്കിൽ പാത്ത്, ആ പാത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞാൽ പരാബോളയാണ് പേര്. അടുത്തത്, ഭരത് വാണ്ട് ടു ഡ്രോ ദ വേരിയേഷൻ ഓഫ് വെലോസിറ്റി കമ്പോണൻറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ മോഷൻ വിത്ത് ടൈം. അതായത് ഒരു കുട്ടിക്ക് വെലോസിറ്റി കമ്പോണൻറ്റും ടൈമും കൂടി കണക്ട് ചെയ്ത് ഗ്രാഫ് വരയ്ക്കണം. ആ ഗ്രാഫ് വരയ്ക്കാനാണ് കേട്ടോ. എന്തൊക്കെ കൂടി കണക്ട് ചെയ്യേണ്ടത്? വെലോസിറ്റി കമ്പോണൻറ്റ്, വെലോസിറ്റിയുടെ കമ്പോണൻറ്റും ടൈമും തമ്മിൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, വെലോസിറ്റിക്ക് 2 കമ്പോണൻ്റ് ഉണ്ട്. വെലോസിറ്റി എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ കമ്പോണൻറ്റും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും. വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ V sin θ, അത് കുറയും ആൻഡ് ബിക്കം 0 അറ്റ് മാക്സിമം ഹൈറ്റ് ആൻഡ് ദെൻ ഇൻക്രീസസ്. അപ്പോൾ അറിഞ്ഞിരിക്കുക, ഒരു പ്രൊജക്ടൈൽ ബോഡിയുടെ ഗ്രാഫ് ഇങ്ങനെയാണ്, അതിങ്ങനെ പോയിട്ട് ഇങ്ങനെ വരും. ഇതിലെ വെർട്ടിക്കൽ കമ്പോണൻറ്റ്, വെലോസിറ്റിക്ക് 2 കമ്പോണൻ്റ് ഉണ്ട്. ഇതാണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്, ഇതാണ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ത് ചെയ്യും? അതാണ് V sin θ എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യും? കൂടിയിട്ട് അത് കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ 0. അപ്പോൾ ഈ ഭാഗത്ത് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി, ഇവിടെ മാക്സിമം പോയിന്റിൽ ഏറ്റവും ടോപ്പിൽ വെലോസിറ്റി 0 ആണ്. പിന്നെ അവിടുന്ന് കൂടുകയാണ് ചെയ്യുക. അതാണ് ഈ പറയുന്നത്. അതായത് വെലോസിറ്റി ഡിക്രീസ് ചെയ്യും ആൻഡ് ബിക്കം 0 അറ്റ് മാക്സിമം ഹൈറ്റ് ആൻഡ് ദെൻ ഇൻക്രീസസ്. ഇങ്ങനെ കുറഞ്ഞ് വെലോസിറ്റി ഇവിടെ എത്തുമ്പോൾ 0, പിന്നെ കൂടി വരും. ആർക്ക്? വെർട്ടിക്കൽ കമ്പോണൻറ്റ്. അപ്പോൾ ഇനി ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ Vx ആണ്. മറ്റേത് V sin θ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Vx, അത് V cos θ ആണ്. അത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, അത് മാറില്ല. അത് എപ്പോഴും ഏത് സ്റ്റേജിൽ നോക്കിയാലും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി
ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ വി എക്സ്, അതായത് വി കോസ് തീറ്റ, അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെ ഗ്രാഫ്, വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെയും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെയും ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്താ സംഭവിക്കുക, അത് കുറഞ്ഞിട്ട് സീറോവും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ടൈം കൊടുക്കുക, ടൈമും വെലോസിറ്റിയും തമ്മിലാണ് ഗ്രാഫ്. അപ്പോൾ ടൈം ഇവിടെ ഇത് വെർട്ടിക്കൽ കമ്പോണൻറ്റ് വി വൈ ഇങ്ങനെ കൊടുക്കുക, ഹൊറിസോണ്ടൽ ആകുമ്പോൾ വി എക്സ് അതിങ്ങനെ കൊടുക്കുക, കോൺസ്റ്റൻ്റ് ആണല്ലോ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് കാർനോട്ട് എൻജിൻ? എന്താണ് കാർനോട്ട് എൻജിൻ? ഒരു റിവേഴ്സിബിൾ ഹീറ്റ് എൻജിൻ ആണ്, ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ 2 ടെമ്പറേച്ചർ, 2 ടെമ്പറേച്ചറുകൾക്കിടയിൽ വർക്ക് ചെയ്യുന്ന റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ഹീറ്റ് എൻജിൻ ആണ് കാർനോട്ട് എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡ്രോ ദ PV കർവ് ഓഫ് കാർനോട്ട് എൻജിൻ ആൻഡ് മാർക്ക് ദ ഡിഫറെൻറ്റ് തെർമോഡൈനാമിക് പ്രോസസ്സ്. കാർനോട്ട് സൈക്കിൾ വരയ്ക്കാൻ, ഓക്കെ, PV കർവ് വരയ്ക്കാനാണ് ചോദ്യം. അപ്പോൾ നമ്മളിതാ ഇങ്ങനെയാണ് അതിൻ്റെ കർവ് വരിക. പ്രഷർ ഇവിടെ, വോളിയം ഇവിടെ, PV കർവ്. ഇവിടെ P1 V1 T1 എന്നുള്ളത് P2 V2 T1 ആയി. T1 സെയിം ആണ്. T1 സെയിം ആവാന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ സെയിം ആവാം, ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ടെമ്പറേച്ചർ മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഐസോതെർമൽ എന്നാണ് പറയുക. അപ്പോൾ ഈ ഭാഗം ഐസോതെർമൽ എക്സ്പാൻഷൻ എന്നാണ് ഇതിനെ പറയുന്ന കർവ് ഇങ്ങോട്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്കാണ് P2 V2 T1 എന്നുള്ളത് P3 V3 T2 എല്ലാം മാറി. അപ്പോൾ നമ്മൾ പറയും അഡയാബാറ്റിക് എക്സ്പാൻഷൻ, അഡയാബാറ്റിക് എക്സ്പാൻഷൻ. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്കാണ് കുറയാണ്. P3 V3 T2 എന്നുള്ളത് P4 V4 T2 ടെമ്പറേച്ചർ സെയിം ആയി. അപ്പോൾ ഇവിടെ എന്താ വരിക? ഐസോതെർമൽ തന്നെ, പക്ഷേ കംപ്രഷൻ, ഐസോതെർമൽ കംപ്രഷൻ എന്നാണ് വരിക കേട്ടോ. അടുത്തത് P4 V4 T2 എന്നുള്ളത് P1 എല്ലാം മാറി. അപ്പോൾ അത് അഡയാബാറ്റിക്, അഡയാബാറ്റിക് കംപ്രഷൻ. അപ്പോൾ ഈ ഒരു ഫിഗർ നോട്ട് ചെയ്ത് വെക്കുക. മോഡലിന് വന്നു എന്നാൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഈസ് ഇറ്റ് പോസിബിൾ ടു ഡിസൈൻ എ കാർനോട്ട് എൻജിൻ വിത്ത് 100% എഫിഷ്യൻസി? നമുക്കൊരു കാർനോട്ട് എൻജിൻ 100% എഫിഷ്യൻ്റ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുമോ? പറ്റില്ല. ദർ ഇസ് നോ കാർനോട്ട് എൻജിൻ വിത്ത് 100% എഫിഷ്യൻസി. എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എൻജിൻ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഒരു കാർനോട്ട് എൻജിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഈറ്റ എന്നാണ്, എൻ അല്ലാതെ ഇങ്ങനെയാണത് പറയുക. ദാറ്റ് ഇങ്ങനെ 1 - Q2/Q1. അപ്പോൾ 100% എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എൻ, ഈ ഈറ്റയുടെ വാല്യൂ, ഈ എഫിഷ്യൻസി 1 ആവുക. അങ്ങനെ എഫിഷ്യൻസി 1 ആണെങ്കിൽ ഈ ഭാഗം 0 ആവണം. അതൊരിക്കലും 0 ആവാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. സോ ദർ ഇസ് നോ കാർനോട്ട് എൻജിൻ വിത്ത് 100% എഫിഷ്യൻസി. 100% എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാർനോട്ട് എൻജിൻ ഇല്ല. അങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ ഈറ്റയുടെ വാല്യൂ 1 ആവണം. അപ്പോൾ എന്തായാലും ഇവർ 0 ആവണം. അത് ഇമ്പോസിബിൾ ആണ്. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വാട്ട് സെക്കൻഡ് പെൻഡുലം? വീണ്ടും പറഞ്ഞതാണ്, വിത്ത് ടൈം പീരീഡ് 2 സെക്കൻഡ്. വീണ്ടും റിപ്പീറ്റ് വന്നു. അടുത്തത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കണ്ടക്ഷൻ ഓഫ് ഹീറ്റ്. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് പാർട്ട് ഓഫ് എ ബോഡി. ഇപ്പോൾ ഈ സ്കെച്ച്, ഇതിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തേക്ക്, അഡ്ജസൻറ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുനിന്ന് ടെമ്പറേച്ചർ ഒരു ഭാഗത്ത് നിന്ന് വേറെ ഭാഗത്തേക്ക് പോകുന്നതാണ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി കൺവെക്ഷൻ എന്താ? ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഫ്ലൂയിഡ് മൂവ് ഫ്രം 1 point to another. ഒരു ഭാഗത്തു നിന്ന് ഫ്ലൂയിഡ്, വെള്ളമോ വായുവോ ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് പോകുന്നതാണ് കൺവെക്ഷൻ. അടുത്തത് റൈറ്റ് എനി 2 factors ഓൺ വിച്ച് റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ. ഹീറ്റ് ഫ്ലോ ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ്, ഹീറ്റ് ഇങ്ങനെ ഒഴുകി പോകുന്ന സ്പീഡ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചർ ഡിഫറൻസ്. അതായത് ഇവിടെ നല്ല ടെമ്പറേച്ചർ ഇല്ല, അങ്ങനെ ഡിഫറൻസ് വേണം എങ്കിൽ മാത്രമേ ഹീറ്റ് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യും. സോ ഹീറ്റ് ഫ്ലോ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ടെമ്പറേച്ചർ ഡിഫറൻസ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇതിൻ്റെ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്താണ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിസ്കോസിറ്റി ഈസ് ലിക്വിഡ് ഫ്രിക്ഷൻ. ലിക്വിഡുകൾക്കിടയിൽ, വെള്ളത്തിൻ്റെ പല ലെയറുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഓപ്പോസിങ് ഫോഴ്സ്, വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്ത്? വിസ്കോസിറ്റി. വിസ്കോസിറ്റി ഈസ് ലിക്വിഡ് ഫ്രിക്ഷൻ. വെൻ എ ലിക്വിഡ് ലെയർ മൂവ്സ് ഓവർ അനദർ ലിക്വിഡ് ലെയർ, കണ്ട ഒരു ലിക്വിഡ് ലെയറിന് മുകളിൽ വേറൊരു ലിക്വിഡ് ലെയർ വന്നാൽ അവിടെ ഒരു ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട് 2 ലിക്വിഡ് ലെയറുകൾക്കിടയിൽ. അത് ആ 2 ലെയറുകൾക്കിടയിൽ ഒരു ഫോഴ്സ് ഉണ്ടാവുക, ഓപ്പോസ് ചെയ്യുന്ന ഫോഴ്സാണ് കേട്ടോ. അതാണ് വിസ്കോസിറ്റി. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റേഷ്യോ ഓഫ് ഷിയറിംഗ് സ്ട്രെസ് ടു സ്ട്രെയിൻ റേറ്റ്. ഷിയറിംഗ് സ്ട്രെസ്സിനെ സ്ട്രെയിൻ റേറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. അറിഞ്ഞിരിക്കുക കേട്ടോ. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ ഷിയറിംഗ് സ്ട്രെസ് ടു സ്ട്രെയിൻ റേറ്റ്. ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. അടുത്തത്
ഷോ ദ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. അതിന് നിങ്ങൾ ആദ്യം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എഴുതുക. എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഇതിന് ഡെഫിനേഷൻ പഠിക്കണം. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്. അപ്പോൾ ഇത് ആദ്യം എഴുതുക. ഇവിടുന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റമാണ് കണ്ടുപിടിക്കണം. ഇതാണ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡെൽറ്റ പി. അപ്പോൾ ആ ചേഞ്ച് ഇൻ മൊമെൻറ്റം അവിടെ നിർത്തുക. ഇതിനിവിടെ നിർത്തിയിട്ട് ഇതിന് ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എഫും ഡെൽറ്റ ടിയും ഒരുമിച്ച് വരും. ഈ എഫ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ആരാ? ഇമ്പൾസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു എന്തെന്ന്? ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഡെൽറ്റ പി എന്താ? ചേഞ്ച് ഇൻ മൊമെൻറ്റം. എന്താ നമുക്ക് കിട്ടി? ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എഫ് ഡെൽറ്റ ടി. എഫ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു ടൈം എന്താ? ഇമ്പൾസ്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഈക്വൽ ടു ഇമ്പൾസ് ആണെന്ന് പ്രൂവ് ചെയ്തു. എളുപ്പമാണ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എഴുതുക. ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് അവിടെ വയ്ക്കുക. ഇതിന് ഇങ്ങോട്ട് കൊണ്ടുപോവുക. എഫും ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് ആണ്. സോ ഇമ്പൾസും ചേഞ്ച് ഇൻ മൊമെൻറ്റും ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. കണ്ട, ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോഡി ഫോൾ ത്രൂ എ ഫ്ലൂയിഡ്. ഏതോ ഒരു കല്ലോ എന്തോ ഒരു ഫ്ലൂയിഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. വെള്ളത്തിൽ കൂടെയോ എയറിൽ കൂടെയോ പോകുന്നുണ്ട്. നെയിം ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ഫോളിങ് ബോഡി. അപ്പോൾ ഒരു കല്ല് വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ പോവാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ ഫോഴ്സുകളാണ് ഉണ്ടാവുക? ഒന്ന്, വെയിറ്റ് ഓഫ് ദ ബോഡി ഉണ്ടാവും. ആ കല്ലിൻ്റെ വെയിറ്റ്, അതൊരു ഫോഴ്സാണ്. റിസൾട്ടൻ്റ് അപ്ത്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ടാവും. വിസ്കസ് ഡ്രാഗ്, 3 തരത്തിലുള്ള ഫോഴ്സാണ് ഉണ്ടാവുക. നെയിം ദ വെലോസിറ്റി ഓഫ് ദ ബോഡി വെൻ ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് 0. അതായത് ഈ ബോഡിയുമുള്ള ഫോഴ്സ് 0 ആണെങ്കിൽ അവിടെ എന്ത് വെലോസിറ്റി എന്ന് പറയാം? ടെർമിനൽ വെലോസിറ്റി. ഏതെങ്കിലും ഒരു ബോഡി ഫ്ലൂയിഡിൽ കൂടി ഒഴുകിപ്പോവാണെങ്കിൽ അതിൻ്റെ ഫോഴ്സ് 0 ആവുമ്പോൾ അതിൻ്റെ വെലോസിറ്റി നമ്മൾ പറയും ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ ദ വെലോസിറ്റി ഓഫ് ദ ബോഡി വെൻ ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് 0 ഇസ് നോൺ ആസ് ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് 0 ആകുമ്പോഴുള്ള വെലോസിറ്റി ആണ് കേട്ടോ. മറക്കണ്ട, അതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇതിന് മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. ചെറിയൊരു ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇക്വേഷൻ ഫോർ വെലോസിറ്റി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ വെലോസിറ്റിയുടെ സംഭവം നമുക്ക് തന്നിട്ടുണ്ട്. എ ഉണ്ട്, സൈൻ ഒമേഗ ടി ഒക്കെ ഉണ്ട് കേട്ടോ. ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഓഫ് ആക്സിലറേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇതിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. ആക്സിലറേഷൻ എന്താണ് അത് നമുക്ക് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വെലോസിറ്റി തന്നിട്ടുണ്ട് ഒമേഗ, ഇത് വെലോസിറ്റി ഓക്കെ തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എ ഒമേഗ സൈൻ ഒമേഗ ടി എന്നൊക്കെ പറഞ്ഞു തന്നു. ഞാൻ ഇവിടെ ഏതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വൈ എന്ന് പറഞ്ഞാൽ അത് ഡിസ്പ്ലേസ്മെൻറ്റാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ തരും. വൈ ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്ന് തരും. ഇതെന്താണ്? ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു ഊഞ്ഞാലയിൽ ഒരു കുട്ടി ആടുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ. SHM, ഒരു SHMൻ്റെ ഇക്വേഷൻ തന്നു. വൈ ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എങ്ങനെ കാണാം? അങ്ങനെയാവും ചോദ്യം. ഇക്വേഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ദിസ്. ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഓഫ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വെലോസിറ്റി കാണാൻ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. വൈ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റാണ്. ഡിസ്പ്ലേസ്മെൻറ്റിനെ ടൈം വെച്ചൊന്ന് ഡിവൈഡ് ചെയ്യുക. dy/dt ചെയ്യുക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് തന്ന് വെലോസിറ്റി ചോദിച്ചാൽ എന്ത് ചെയ്യുക? dy/dt. ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. അപ്പോൾ എ അതുപോലെ എഴുതിക്കോ. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ? മാത്സ് ഒക്കെ പഠിക്കുന്നവർക്കാണ് ഇത് അറിയുക. സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ഒമേഗ. സൈൻ ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് എന്താ? കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ. അടുത്തത് നമുക്ക് ആക്സിലറേഷൻ കാണണം. അപ്പോൾ എന്ത് ചെയ്യും? d/dt ഓഫ് വെലോസിറ്റി. വെലോസിറ്റി കാണാൻ dy/dt, ആക്സിലറേഷൻ കാണാൻ dv/dt. ഇപ്പോൾ കിട്ടിയ വെലോസിറ്റീനെ ഒന്നുകൂടി ഡെറിവേറ്റീവ് കാണാം. എയും ഇവിടെയുള്ള ഒമേഗയും അവിടെ തന്നെ ഇട്ടോ. കോസ് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് എന്താവും? മൈനസ് സൈൻ ഒമേഗ ടി, ഒരു ഒമേഗയും കൂടി വരും കേട്ടോ. അപ്പോൾ മൈനസ് എഴുതിക്കോ, എ എഴുതിക്കോ, 2 ഒമേഗ സ്ക്വയർ ആവും, സൈൻ ഒമേഗ ടി എന്ന് വരും. അപ്പോൾ ആക്സിലറേഷൻ ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. വൈ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നു. വെലോസിറ്റി കാണാൻ dy/dt, അതായത് ഡിസ്പ്ലേസ്മെൻറ്റിനെ ടൈം വെച്ച് ഡെറിവേറ്റീവ് കാണാം. എ സൈൻ ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് എന്താ? എ എഴുതുക, സൈൻ ഒമേഗ ടി എന്താവും? കോസ് ഒമേഗ ടി ആവും, ഇൻറ്റു ഒരു ഒമേഗ വരും. ഈ ഒമേഗ ഒപ്പം വരും. ഇതിന് ഒന്നുകൂടി ഡെറിവേറ്റീവ് കണ്ടാൽ ആക്സിലറേഷനായി. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താവും? എയും ഒമേഗയും അവിടെ തന്നെ വെച്ചു. കോസ് ഒമേഗ ടി ഡെറിവേറ്റീവ്, ഇപ്പോൾ സൈനിൻ്റെ കോസാണ്, കോസിൻ്റെ മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒരു ഒമേഗയും കൂടി വരുമ്പോൾ ഒമേഗ സ്ക്വയർ ആവും.
അപ്പോൾ ഇവിടുന്ന് നമുക്ക് മനസ്സിലാവും ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഉണ്ട്, ഒമേഗ സ്ക്വയർ ഉണ്ട്. ബാക്കി എ സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ആരാ? വൈ ആണ്, മൈനസ് ഒമേഗ സ്ക്വയർ വൈ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് ഈസ് മെൻ ബൈ സ്റ്റാൻഡിങ് വേവ്? എന്താണ് സ്റ്റാൻഡിങ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്റ്റാൻഡിങ് വേവിന് ഡയഗ്രാം ഇങ്ങനെയാണ് വരിക, അറിഞ്ഞിരിക്കുക. വെൻ ടു വേവ്സ് ഓഫ് സെയിം ആംപ്ലിറ്റ്യൂഡ്, ഒരേ ആംപ്ലിറ്റ്യൂഡ് ഒരേ ഫ്രീക്വൻസി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോവുക. ഒരേ ആംപ്ലിറ്റ്യൂഡും ഒരേ ഫ്രീക്വൻസിയുള്ള രണ്ട് വേവുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ അവർ കൂട്ടിമുട്ടും, സൂപ്പർ ഇമ്പോസ് ചെയ്യും. ആൻഡ് ദ റിസൾട്ടിങ് വേവ് പാറ്റേൺ, എന്നിട്ട് നമുക്ക് കിട്ടുന്ന വേവ് എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് മൂവ് ടു എയ്തർ സൈഡ്, ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യില്ല. അതാണ് സ്റ്റാൻഡിങ് വേവ്. എന്താണ് സ്റ്റാൻഡിങ് വേവ്? ടു വേവ്സ് ഓഫ് സെയിം ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി, ഒരേ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയുള്ള വേവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയാൽ അവർ കൂട്ടിമുട്ടും. അങ്ങനെ കിട്ടുന്ന വേവ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യില്ല. ഓക്കെ, ഇതാണ് എന്ത്? സ്റ്റാൻഡിങ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വാട്ട് ഈസ് മെൻ ബൈ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ്? വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ്. എന്തൊക്കെ തമ്മിൽ ഇൻറ്റു ചെയ്യുക? വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ് വർക്ക് ഡൺ? വർക്ക് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് in the direction of displacement and the magnitude of the displacement. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. റൈറ്റ് ഡൗൺ എനി ടു കണ്ടീഷൻസ് ഇൻ വിച്ച് വർക്ക് ഡൺ ഈസ് സീറോ. വർക്ക് സീറോ ആകുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്? വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണെങ്കിൽ അവിടെ വർക്ക് സീറോ ആണ്. ഒരാൾ എ പേഴ്സൺ ക്യാരിയിങ് ലോഡ് ഓൺ ഹിസ് ഹെഡ് വാക്ക് അലോങ് ദ ലെവൽ റോഡ്. ഒരാൾ തലയിൽ ഭാരം വെച്ചിട്ട് നേരെ നടക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? വർക്ക് സീറോ ആണ്. കാരണം വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ. അപ്പോൾ ഫോഴ്സ് മുകളിലേക്ക്, തലയിൽ ഭാരമുണ്ട് മുകളിലേക്ക്, പക്ഷെ അയാൾ പോണത് നേരെ, അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ആവും. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഇടയിൽ 90 ഡിഗ്രി ആവാൻ പാടില്ല. കാരണം W എന്ന് പറഞ്ഞാൽ F.ds ആണ്, അവിടെ കോസ് ആണ് വരിക. അപ്പോൾ കോസ് 90 സീറോ ആണ്. അപ്പോൾ അറിഞ്ഞു വയ്ക്കുക, സീറോ ആവുന്നത് നേരെ നടക്കുമ്പോൾ. റൈറ്റ് എനി വൺ എക്സാമ്പിൾ ഫോർ നെഗറ്റീവ് വർക്ക്. നെഗറ്റീവ് വർക്ക് എന്താ? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഒരു നെഗറ്റീവ് വർക്കാണ്. അപ്പോൾ എക്സാമ്പിൾസ് ഒക്കെ നോക്കുന്നത് നല്ലതാണ്, പോസിറ്റീവ് നെഗറ്റീവ് വർക്കൊക്കെ കേട്ടോ. അടുത്ത ചോദ്യം, ഡിഫൈൻ ഓർബിറ്റൽ വെലോസിറ്റി. വേറെ ചോദ്യങ്ങൾ ഇല്ല. ഡിഫൈൻ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ്. എന്താണ് ഓർബിറ്റൽ വെലോസിറ്റി? ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഡെറിവേഷൻ നമുക്ക് ചോദിക്കും, പഠിക്കണം. ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ പാഠത്തിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഓർബിറ്റൽ വെലോസിറ്റി എന്താ? റൈറ്റ് ദ റിലേഷൻ കണക്റ്റിംഗ് ഓർബിറ്റൽ വെലോസിറ്റി ആൻഡ് എസ്കേപ്പ് സ്പീഡ്. രണ്ടിൻ്റെ ഡെറിവേഷൻ പഠിച്ചോളൂ. താഴെയുള്ള വാട്സപ്പ് ചാനലിൽ അതിൻ്റെ ആൻസേഴ്സ് ഉണ്ട് കേട്ടോ. എന്താണ് ഓർബിറ്റൽ വെലോസിറ്റി? ദ വെലോസിറ്റി റിക്വയർഡ് ഫോർ എ സാറ്റലൈറ്റ് ടു റിവോൾവ് അറൗണ്ട് ദ എർത്ത്. എർത്തിന് ചുറ്റും ഒരു സാറ്റലൈറ്റിന് കറങ്ങണം എന്നുണ്ടെങ്കിൽ വേണ്ട വെലോസിറ്റി. വെലോസിറ്റി റിക്വയർഡ് ഫോർ എ സാറ്റലൈറ്റ് ടു റിവോൾവ്. എന്താണ് എസ്കേപ്പ് വെലോസിറ്റിയും ഓർബിറ്റൽ വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധം? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു ഓർബിറ്റൽ വെലോസിറ്റി ആണ് കേട്ടോ. ഒരു ചെറിയൊരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. അടുത്ത ചോദ്യം, സ്റ്റേറ്റ് ഹൂക്സ് ലോ. എന്താണ് ഹൂക്സ് ലോ? സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ അല്ലേ? ഹൂക്സ് ലോ എന്ന് പറഞ്ഞാൽ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോഴേക്കും സ്മോൾ ഡിഫോർമേഷൻ, സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ ആണ്. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു കൊടുക്കുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വരും, കെനെ വിളിക്കുന്ന പേര് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ? ഹീറ്റ് സപ്ലൈ ടു എ സിസ്റ്റം ഈസ് യൂസ് ടു ഇൻക്രീസ് ഇൻറ്റേർണൽ എനർജി ആൻഡ് വർക്ക്. ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഹീറ്റ് കൊടുത്തു, ΔQ ഹീറ്റ് എനർജി കൊടുത്താൽ രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ഒന്ന് ഇൻറ്റേർണൽ എനർജിക്ക് വേണ്ടിയിട്ടും മറ്റൊന്ന് വർക്ക് ചെയ്യാനും കേട്ടോ. സോ ΔQ എന്ന് പറഞ്ഞാൽ ഹീറ്റ് സപ്ലൈഡ്, ΔW വർക്ക്, ΔU ഇൻറ്റേർണൽ എനർജി. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അടുത്ത ചോദ്യം, എ പ്ലെയർ ത്രോ എ ബോൾ വെർട്ടിക്കലി അപ്വേർഡ്. ഒരാൾ ഒരു ബോൾ മുകളിലേക്ക് എറിഞ്ഞു. വാട്ട് ഇസ് എ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ ബോൾ? ഏറ്റവും മുകളിൽ ഹയസ്റ്റ് പോയിന്റ് ഒരാൾ മുകളിലേക്ക് ഒരു സാധനം എറിഞ്ഞാൽ ഏറ്റവും ടോപ്പിലെ വെലോസിറ്റി ആക്സിലറേഷൻ എന്തായിരിക്കും? ആക്സിലറേഷൻ G, വെലോസിറ്റി 0. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ആംഗുലർ വെലോസിറ്റി. റൈറ്റ് ദ ഇക്വേഷൻ ഷോയിങ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ലീനിയർ വെലോസിറ്റി. എന്താണ് ആംഗുലർ വെലോസിറ്റി? ആംഗുലർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അത് ഒമേഗ. എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് d/dt ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തീറ്റ. പഠിച്ചു വയ്ക്കുക, dθ/dt ആണ് ആംഗുലർ വെലോസിറ്റി ഒമേഗ.
അപ്പോൾ ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താ? ഇതാണ് ലീനിയർ വെലോസിറ്റി v, ആംഗുലർ വെലോസിറ്റി ഒമേഗ. v ഈക്വൽ ടു r ഒമേഗയാണ് എന്ത് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇതെല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. പറഞ്ഞല്ലോ, ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് ഒക്കെ പഠിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം പോയിട്ട് അത് പഠിക്കാൻ നോക്കുക. താഴെയുള്ള വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസ് ആയിട്ടൊക്കെ കാണാം. താങ്ക് യു.